നീ ഒരു മൊണ്ണ മെക്കാനിക്ക് നമ്മളെ അറിയിപ്പിക്കല്ലേ, മാക്സിമം വണ്ടി ചവിട്ടി വേണം പിടിച്ചു തരാൻ. കാറ്റില്ലല്ലോ ബ്രോ. ബ്രോ അത് പമ്പി കൊടുത്ത് 10 രൂപ അടിച്ചായി. ബ്രോ വണ്ടി ലാസ്റ്റ് എത്ര രൂപ കിട്ടും ബ്രോ? ബ്രോ എഞ്ചിന് വെള്ളം കയറിയെന്നല്ലോ. അതിന് എഞ്ചിൻ തുറന്ന് നോക്കിയില്ലല്ലേ? ഞാൻ പറയും ബ്രോ, അതിന് എഞ്ചിൻ തുറന്ന് നോക്കിയില്ലല്ലേ? ബ്രോ നമുക്ക് 22,000 വണ്ടി എടുക്കാട്ടെ. വണ്ടിയിൽ നിന്ന് ഇറങ്ങോ നോക്കട്ടെ. അച്ഛൻ എന്റെ കൂട്ടുകാരന്റെ വണ്ടിയാണ്ട് പറയാം, എല്ലാം സൂപ്പർ വണ്ടിയാ. ഡോക്ടറിന്റെ വണ്ടിയാ, അച്ഛൻ ഡോക്ടറാ. കച്ചവടത്തിൽ കള്ളം കാണിക്കട്ടെ, ദൈവം പോലും പുറത്ത്. ബ്രോ സത്യമായിട്ട് കള്ളം കാണിക്കത്തില്ല, നമ്മള് നേരെ വാ നേരെ പോകും. ഒരു കടകട അടിയുണ്ടല്ലോ ബ്രോ ഒന്ന് കൈ എടുത്ത് പോയി നോക്കിയേ, ഒരു കുഴപ്പം കാണത്തില്ല. അപ്പൊ കാര്യത്തിലോട്ട് വരാം. നമ്മള് റേറ്റ് എന്ന് പറയുമ്പോ ഒരു 35,000. 5,000 GST ചേർത്ത് മൊത്തം 40,000. എന്തായാലും മെക്കാനിക്ക് വരട്ടെ, അയാൾ പറഞ്ഞിട്ട് മതി വണ്ടി. കുഞ്ഞു മച്ചാൻ അയാൾ ഒരു കുനിഷ്ട, അയാൾ പൈസ അടിച്ചു പറ്റുക അളിയൻ്റെ. ബ്രോ ഇതിലെ എഞ്ചിൻ ലീക്ക് കൊണ്ടൊന്നും മൈലേജ് കിട്ടുന്നില്ല. കൈ കൊടുത്തൊന്ന് പോയ നിരപ്പിച്ചൊന്ന് പോയ. ബ്രോ എഞ്ചിനൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ബ്രോ എന്ത് ബ്രോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ വണ്ടി കൈമാറി പോലും ഉപയോഗിച്ചിട്ടില്ല. ആകെപ്പാട് 20,000 കിലോമീറ്റർ ആയത് ഓടിയിട്ടുള്ള, അതിന് എഞ്ചിൻ പണിയെന്ന് അവന്റെ തലക്കോളം. ഇത് ഇളവി വീണു ബ്രോ. ഇടിച്ചാടാ കൊണ്ടുപോയി. നിനക്ക് ഒന്ന് അറിയാമേ, നീ എന്തിനാണ് വണ്ടി എടുത്തോണ്ട്? നീ മെക്കാനിക്കാനാണോ? ഞാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് സപ്ലൈ ഉണ്ട്. വണ്ടി ഓർഡറാ. വണ്ടി ഹാൻഡിൽ ബെൻഡായി ഒരു വീട്ടിൽ കയറ്റി വെച്ചേക്കുന്നു. ചാരലായിരുന്നു, മറിഞ്ഞടിച്ച് വീണ് ഞാൻ.